നമുക്ക് ഇൻഡിക്കേറ്റർ ആക്ച്വലി വരുന്നില്ല. അതൊന്ന് ലൈറ്റിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വൈറ്റ് ലൈറ്റ് മാത്രം, ഇപ്പം ബ്ലൂ ലൈറ്റ് മാത്രം. ഓക്കെ, ഓഫ്. ഇത്രയാണ് വരുന്നത്. ഇതൊന്ന് ഇൻഡിക്കേറ്ററൊക്കെ പിന്നെ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ തോന്നുന്നു. അതിനുള്ള പോർട്ടൊക്കെ ആക്ച്വലി ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇനി അതാണോ എന്നറിയില്ല. ഓക്കെ, നമുക്കിനി അതിൻ്റെ റൈറ്റ് ലെഫ്റ്റ്. ഓക്കെ, ഇതാ ഓൾറെഡി സ്റ്റിയറിംഗ് ആരോ ട്രിം ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ലെവലാക്കി വെക്കാം. ഇനി ഇത് റൺ ചെയ്യാം. ഇതിന് സ്റ്റിയറിങ്ങിന് ബ്രേക്ക് ഉണ്ട്. അതായത് എങ്ങനെ വണ്ടിക്ക് ബ്രേക്ക് ഉണ്ട് ആക്ച്വലി. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ത്രോട്ടിൽ കൊടുത്തിട്ട് പെട്ടെന്ന് ബാക്കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ബ്രേക്ക് ഔട്ടോ. ഓക്കെ, അത്യാവശ്യം അടിപൊളി പെർഫോമൻസുള്ള സാധനമാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കേട്ടോ. ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഒരു ഐറ്റമാണ്. അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള എന്താ പറയുക ടയറൊക്കെയാണ്. പിന്നെ അതിൻ്റെ പവറാണ്. പ്രസ് ചെയ്ത് പോയിട്ടോ. ഇതിൽ കയറുമെന്ന് നോക്കാം. കയറി പോകാത്ത പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി ഞാൻ ജസ്റ്റ് ഇതിനും ക്രൂയിസ് കൺട്രോൾ ഉണ്ട് ആക്ച്വലി. ക്രൂയിസ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രോട്ടിൽ ട്രിം ചെയ്താൽ മതി. ത്രോട്ടിൽ ട്രിം മൂവ് വയ്ക്കുന്നതിനനുസരിച്ച് നമ്മൾ വണ്ടി മൂവ് ആവും. ആക്ച്വലി ഇപ്പോൾ നമ്മളൊരു ലെവൽ നോക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പവർ ഇതിന് വരുന്നുണ്ട് ഈ സ്റ്റിയറിംഗ് ട്രിം, ത്രോട്ടിൽ ട്രിമിന് കേട്ടോ. ഇപ്പം ഇവിടെ ഭയങ്കര ഗ്രിപ്പ് ഉള്ളത് കൊണ്ടാണ് നമ്മളെ കൈ വെച്ചിട്ട്